ലോക ക്ഷയരോഗ ദിനത്തിൽ നെന്മാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ, ആശാ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം, നോട്ടീസ് വിതരണം, കഫം സാമ്പിൾ ശേഖരണം തുടങ്ങിയവ നടത്തും. പരിപാടിക്ക് സൂപ്രണ്ട് ഡോക്ടർ ജയാനന്ദൻ നേതൃത്വം നൽകി. TB ദിന പ്രതിജ്ഞ നഴ്സ് ജിഷ ചൊല്ലിക്കൊടുത്തു. ക്ഷയരോഗ നിവാരണം സാധ്യമാക്കാൻ എന്നാലാകുന്നത് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. സ്ഥാപനത്തിൽ നിന്നും സ്ഥലം മാറിപ്പോയ നഴ്സുമാരായ ദിരീഷ, സന്ധ്യ എന്നിവർക്ക് ഉപഹാര സമർപ്പണം നടത്തി. സൂപ്രണ്ട് ഡോക്ടർ ജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി PSK മഞ്ജു, നഴ്സിംഗ് സൂപ്രണ്ട് K ഫരീദ, സബീന, സഹീറ, ശ്രുതി, അരുൺ, സ്റ്റാഫ് ട്രഷറർ ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രതാപ് ചന്ദ്രൻ പരിപാടികൾ വിശദീകരിച്ചു. നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ കൂടുതൽ ക്ഷയരോഗ രോഗികളുള്ള സ്ഥലത്തും കൂടുതൽ വരാൻ സാധ്യതയുള്ള സ്ഥലത്തും ആയ നെല്ലിക്കോട് വാർഡിൽ വരുന്ന വ്യാഴാഴ്ച പ്രത്യേക ടീം വർക്കും ബോധവൽക്കരണ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ മറ്റു വിവിധ വാർഡുകളിലും ഏരിയകളിലും പ്രത്യേകം പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷയരോഗത്തെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ആരോഗ്യവകുപ്പും ലോകാരോഗ്യ സംഘടനയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ക്ഷയരോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീം എന്ന് പറയുന്നത് അതേ നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ജനങ്ങളുടെ കരുത്തിൽ എന്നുള്ള മുദ്രാവാക്യമാണ്. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. കാരണം ജനപങ്കാളിത്തത്തോടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും സംയുക്തമായിട്ടുള്ള സഹകരണത്തോടെ മാത്രമേ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് സമീപ ഭാവിയിൽ തന്നെ നാട്ടിൽ നിന്നും TB ക്ഷയരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും വളരെ അനാരോഗ്യവും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ക്ഷയരോഗം എന്ന് പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.